Welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോബിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കിലോ കോളിഫ്ലവർ, കുറച്ച് സവാള വേണം, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു പച്ചമുളക്, അത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇത് സ്പ്രിംഗ് അണിയനാണ്. സ്പ്രിംഗ് അണിയൻ്റേത് അടിയിലത്തെ പോർഷനാണിത്. ഇത് മുകളിലത്തെ ഇലയുടെ പോർഷനാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ചില്ലി പേസ്റ്റ്, സോയാ സോസ്, ടൊമാറ്റോ കച്ചപ്പ്. ആദ്യമേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. ആ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതെന്തിനാണ് തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ കോളിഫ്ലവറിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇടാം. കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട ശേഷം അതങ്ങ് കോരിയെടുക്കുക. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എല്ലാം വലിയ വലിയ പീസായിട്ടല്ലേ കിടക്കണേ. ഇതിന് നമുക്കിത് കുഞ്ഞി പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറുതായി കിടക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ്. ഇതേപോലെ വലുപ്പത്തിൽ ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇതിപ്പോൾ കോളിഫ്ലവർ നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുന്നത്. വെള്ളം കൂടി പോവാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കോൺഫ്ലവർ ചേർത്താൽ മതി. കോൺഫ്ലവറോ മൈദയോ ചേർത്തേച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് കട്ടയിലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുക്കുക. കോളിഫ്ലവറിലേക്ക് ഈ ബാറ്റർ നന്നായിട്ട് പെരണ്ടിരിക്കണം. ഇപ്പോൾ ഈ കലക്കി വെക്കുന്ന ബാറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ ചേർത്താൽ മതി. ഇപ്പോൾ ആ മാവ് ശരിക്കും കോളിഫ്ലവറിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ഇതിലെ ആ ഉപ്പും കുരുമുളകൊക്കെ ഈ കോളിഫ്ലവറിൽ പിടിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നമുക്കിത് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ അത് മറിച്ചിടാം. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരിയെടുക്കാം. മറ്റേ സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇടാൻ പോവാണ്. അങ്ങനെ ഇത് മൊത്തം വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ പരട്ടി വെച്ചിരുന്ന കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഒന്നും കൂടെ ഡബിൾ ഫ്രൈ ചെയ്യാൻ പോണേന്. ഡബിൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇത് തണുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഇനിയിപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം. നല്ല ചൂടായിരിക്കുമ്പോഴത്തേക്കും ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇലക്കിടാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സോഗി ആയി പോവും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇത് ഞാൻ മൊത്തം ഇടണം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം.
ഇതിപ്പോൾ കണ്ട ഒരു ആ ഒരു കിളിങ്ങണ പോലെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഡബിൾ ഫ്രൈ ചെയ്തിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത എണ്ണ തന്നെ ഒഴിക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടായി കിടക്കുവാണല്ലോ, ആ ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി. ഇനി ഇതൊന്നും ഒരുപാടൊന്നും മൂക്കണ്ട, ചെറുതായിട്ട് എല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതി. പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിടരുത്, ഇനി നമുക്ക് സോസൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ സോസിലൊക്കെ നല്ലപോലെ ഉപ്പുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം, കളറ് മാറാൻ പാടില്ല. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ളി ഇടാൻ പാടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്താണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് കലക്കി ചേർത്തത്. അപ്പോൾ ഇതിപ്പം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പം കോൺഫ്ലവറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കണേണ്. കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിങ് ഓണിയൻ്റെ ആ അടിയിലത്തെ പോർഷൻ, നമ്മൾ ആ ഉള്ളിയുടെ ഭാഗം വരുന്നുണ്ടല്ലോ, അത് കുറച്ച് ചേർക്കാം. പിന്നെ അതിൻ്റെ ഇല ചേർക്കാം. പിന്നെ കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.